അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 ഡെലിവറി 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ജനുവരി 22 2025 ജനുവരി 22 ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും, കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട്. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വഴിയുള്ള ഷോപ്പിംഗ് വളരെ പോപ്പുലർ ആണല്ലോ. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനറിയാം. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയുള്ള ഷോപ്പിങ്ങിനെ ധാരാളം ഇന്നത്തെ കാലത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാ വഴിയും ഫേസ്ബുക്ക് വഴിയുമൊക്കെ ഈ ഓൺലൈൻ വ്യാപാരം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി പറ്റിക്കുന്ന കഥകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വളരെ ഫേമസ് ആയ ഒരു കമ്പനിയായിരുന്നു മൂൺ ഗോഡസ്. ഇവരുടെ പറ്റിപ്പിനെ പറ്റിയുള്ള വീഡിയോ അതിൻ്റെ താഴെ നോക്കിയാൽ കമൻറ്റ് ബോക്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയധികം പേരാണ് ഇവർ വഴി പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഇവരുടെ തട്ടിപ്പ് ഒരു തുടർക്കഥയായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തിടെയാണ് ജോസ്മി ജോസഫ് എന്ന ഒരു വ്ളോഗർ ഈ പറ്റിപ്പിനെ കുറിച്ചിട്ടുള്ള വിവരം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അവർക്കൊരു YT ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് മദർഹുഡ് എന്നാണ്. അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് അവർ ഈ വിവരങ്ങളൊക്കെ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മൂൺ ഗോഡസിന് ഇൻസ്റ്റയിൽ നോക്കിയാൽ ഞെട്ടിപ്പോകുന്ന അത്രയും ഫോളോവേഴ്സാണ്. ഏതാണ്ട് ഒരു 4 മില്യൺ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത്. ഇവർ വലിയൊരു ഓൺലൈൻ സെല്ലർ തന്നെയാണ്. പ്രധാനമായിട്ടും ഇവരുടെ ആകർഷണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സസൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. നല്ല കമ്പനി എന്നൊരു പേരെടുത്തത് കൊണ്ടും ആ പേര് നിലനിന്നത് കൊണ്ടും ഇവർ ചെയ്ത പറ്റിപ്പിൻ്റെ കഥകൾ പുറത്ത് വന്നിട്ട് പോലും ഇപ്പോഴും ധാരാളം പേര് ഇവരുടെ അടുത്ത് നിന്നും സാധനങ്ങൾ വാങ്ങിക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഇൻസ്റ്റയിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസൊക്കെയാണ് പരസ്യം ചെയ്യുന്നത്. മോഡലായിട്ട് വരുന്നതോ കമ്പനിയുടെ ഓണർ തന്നെയാണ്. അങ്ങനെയാണ് അതിൻ്റെ പരസ്യം. ഇവരുടെ അടുത്ത് നിന്നും ഓർഡർ ചെയ്താൽ സാധനം വരാൻ ഒരുപാട് ഡിലേ ആകുന്നു എന്നാണ് ഇവരെ പറ്റിയുള്ള പ്രധാന പരാതി. അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റൊക്കെ മിക്കവാറും കിട്ടുന്നത്. പിന്നെ ക്വാളിറ്റിയൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കയ്യിൽ സാധനം കിട്ടുമ്പോഴും അതൊന്നും കാണാനില്ല എന്ന് പരക്കെ പരാതിയുണ്ട്. മുമ്പ് ഒരു വ്യക്തി വന്നിട്ടും ഈ ജോർജറ്റിൻ്റെ സാരിയൊക്കെ ഓർഡർ ചെയ്തപ്പോഴേക്കും കയ്യിൽ കിട്ടിയത് പഴംതുണി പോലെയുള്ളൊരു പോളിസ്റ്റർ സംഗതിയായിരുന്നു. ഇനി ജോസ്മി പറഞ്ഞത് എന്താണെന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു വരാം. ഒക്ടോബർ ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 2024 ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോകുന്നു. ഇതുവരത്തേക്കും കൈ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പം 5-6-7 മാസം ആവുന്നു. പോട്ടെ, അവരുടെ ഒരു നിയമം അനുസരിച്ചിട്ട് അവർ ഒരു വർഷം എടുക്കുക. അത് ലേറ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ കൊടുത്ത ഒരു സാധനമാണ്. അപ്പം അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി 22 ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 ഡെലിവറി 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് നിൽക്കില്ല, കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ്. ജനുവരി 22 2025 ജനുവരി 22 ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇവർക്കിത് ഇത്രയും കംപ്ലൈൻസ് ഒക്കെ വന്നിട്ടും ആളുകൾ പിന്നെയും ഇവരുടെ അടുത്ത് ഡ്രസ്സ് വാങ്ങാൻ വരുന്നുണ്ട്. ആരും പരാതിയും കൊടുക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ വിജയവും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് അവർ പറയുന്ന ആ സമയപരിധിക്കുള്ളിൽ ഐറ്റം എല്ലാ സാധനം എത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഓർഡേഴ്സൊക്കെ എടുക്കുന്നത്? ഇല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ അതിൻ്റെ റീഫണ്ടെങ്കിലും കൊടുത്തുകൂടെ അവർക്ക്? സമയത്തിന് സാധനവും കൊടുക്കില്ല, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വയ്ക്കുകയും ചെയ്യും. ചോദിച്ചാൽ കുറേ മുടന്ത ന്യായങ്ങളും ഇവർ പറയാറുണ്ട്. മാത്രമല്ല ഇവർക്കൊക്കെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു, ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാനല്ല.
എന്തുകൊണ്ടാണ് ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് ഈ 4 മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ₹1 നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ₹1 നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ പൊന്നു മക്കളെ കയ്യിലിരിക്കൂല സാധനം കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നോളുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം, അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത്. അവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? റെപ്രസെന്റേറ്റീവ് ബിസിയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസെന്റേറ്റീവ് ബിസിയാണ്, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ്. നാട്ടുകാരുടെയൊക്കെ ഈ മനസ്സിൻ്റെ വേദന ഇവരുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സാരമായി ബാധിക്കുമെന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ലേ? നേരെ ചൊവ്വേ ബിസിനസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോയിക്കൂടാ? അപ്പോൾ ഇങ്ങനത്തെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണമോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സെറിമണിയൊക്കെ വരുമ്പോൾ അപ്പോഴായിരിക്കും ആളുകൾ ഇവരുടെ അടുത്ത് വന്ന് ഓർഡറൊക്കെ ചെയ്യുന്നത്. ഇവരുടെ അടുക്കൽ നിന്നും ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഓർഡർ ചെയ്താൽ കല്യാണവും കഴിഞ്ഞ് കുഞ്ഞും ജനിച്ച് അതിൻ്റെയൊക്കെ ശേഷവും ഡ്രസ്സ് കയ്യിൽ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് ഓണർ വന്നിട്ട് പറയുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാലും ഇവർ റേറ്റ് കുറച്ച് കൊടുക്കുന്നു, അതുകൊണ്ട് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഇങ്ങനെ വന്ന് തള്ളുകയാണ്. അപ്പോൾ അതൊക്കെ അയക്കാനായിട്ടുള്ള സാവകാശം ഇവർക്ക് കിട്ടുന്നില്ല എന്നും അതാണ് ഡിലേ ആകുന്നതിൻ്റെ കാരണമെന്നും പിന്നെ ആവശ്യക്കാർ വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊക്കെയാണ് ഇതിൻ്റെ ഓണർ പറയുന്നത്. ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് ഈ 4 മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ₹1 നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ₹1 നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ പൊന്നു മക്കളെ കയ്യിലിരിക്കൂല സാധനം കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നോളുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം, അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത്. അവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? റെപ്രസെന്റേറ്റീവ് ബിസിയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസെന്റേറ്റീവ് ബിസിയാണ്, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളത്. 3 ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമറിന് ഇപ്പോൾ എന്താ പറയാ, ഒരു പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി, പക്ഷേ ലോ പ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും. കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത് 2 മാസം കൊണ്ട് തീരും, ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും ചെയ്യുക. ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു 10 മണിക്കൂറും 12 മണിക്കൂറിന്റെ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ അത്രയും ബൾക്ക് പീസ് തീരാൻ ടൈം തന്നെ എടുക്കും. അതേപോലെ തന്നെ ക്ലോത്ത് മേക്കിങ്ങിനും ഒക്കെ ആണെങ്കിൽ ടൈം എടുക്കും. അതിന് ജോസ്മി ഒരു മറുപടി വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ആ വീഡിയോ അതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇപ്പം ₹1 തട്ടിച്ച് നമ്മുടെ അർഹതപ്പെട്ടതല്ലാത്ത ₹1 നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാപം നമ്മളെയല്ല, നമ്മുടെ തലമുറകളും വരും തലമുറകളും അതിൻ്റെ പിന്നത്തെ തലമുറകളെ ബാധിക്കുക. നമ്മളെ ബാധിക്കത്തില്ല, തലമുറകളോളമാണ് വരുന്ന തലമുറകളെയാണ് അത് ബാധിക്കാന്ന് പറയാം. അപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴോ ഞാൻ എന്താ ചിന്തിക്കാന്നറിയോ? വരുന്ന തലമുറയ്ക്കെങ്കിലും ആ ഒരു അനുഗ്രഹം കിട്ടട്ടെ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്താൽ, നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടട്ടെ, അല്ലെ ജോനും ജോഡിക്ക് ആ ഒരു പുണ്യം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം അയ്യോ അത് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പാപം വരുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ആ പാപം വരുമല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളൊക്കെ എൻ്റെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെ കുറച്ച് നിലവാരമുള്ള അപ്പനും അമ്മയ്ക്കും ജനിച്ചു പോയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത്. ദൈവത്തിനെനിക്ക് നല്ല വിശ്വാസമുണ്ട്, ദൈവം ചുമ്മാതിരിക്കത്തില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരിട്ട് തന്നെ ഇറങ്ങി വന്നോളും, കൊടുക്കേണ്ടത് കൊടുത്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇനി ഇതിനെക്കുറിച്ച് നീട്ടി വലിക്കാം. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലെയുള്ള വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഇതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ കൃത്യം ടൈമിനാണ് അവർ കൃത്യ ഡേറ്റിനൊക്കെ ആണ് ഡെലിവറി ചെയ്യുന്നത്. അവരൊരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റ് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയോ ഇല്ല ആ കൃത്യസമയത്തിന് തന്നെയോ അവർ സാധനം എത്തിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ അവർക്ക് കസ്റ്റമർ കെയർ ഉണ്ട്, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും അവർക്കൊക്കെ ഉണ്ട്. അവർ പ്രോംപ്റ്റായിട്ടുള്ള ഡെലിവറിയൊക്കെയാണ്. അപ്പോൾ ഡെലിവറി പോളിസി എന്ന് പറഞ്ഞാലും കൃത്യം ഡേറ്റിന് തന്നെ സാധനം എത്തിക്കണം, അല്ലെങ്കിൽ മാത്രമല്ല കസ്റ്റമർ കാശ് കൃത്യമായിട്ട് കൊടുക്കണം. അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാശ് റീഫണ്ട് ചെയ്യുകയോ വേറെ എന്തെങ്കിലും അതിനുള്ളൊരു പരിഹാരം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇവരുടെയൊക്കെ മട്ടും ഭാവവും ഒക്കെ കണ്ടാലും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല
എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ ധ്വനിയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇത് ഒരു സ്ഥാപനം മാത്രമല്ല, ഇതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ചെന്ന് നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ പിന്നെയും ആളുകൾ ഇവരുടെ ക്വാളിറ്റീൻ്റെ കാര്യങ്ങളും കഥകളും ഡിസൈൻസും ഒക്കെ കണ്ടിട്ട് പിന്നെയും ഇവരെ തന്നെ സമീപിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള വാർത്ത പുറത്ത് വന്നിട്ടും ഇനിയും ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് അവർ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അടുത്തിടെ ഈ ഓൺലൈൻ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രയും ട്രസ്റ്റ് വർത്തി അല്ലാത്ത സ്ഥാപനങ്ങളുടെ അടുത്ത് നിന്നോ ഇല്ല അങ്ങനത്തെ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോഴേക്കും ചീറ്റിങ്ങിന് വളരെയധികം സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ് ഇത്. നോക്കിയും കണ്ടുമൊക്കെ ഇരുന്നില്ലെങ്കിൽ കയ്യിൽ പറ്റിക്കപ്പെടുമെന്നും കയ്യിലുള്ള കാശും പോയി കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണും. അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ടും ഉടനെ കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്.